റീതാസ് പബ്ലിക് സ്കൂളിൽ വിദ്യാർത്ഥിനിക്ക് ഹിജാബ് ധരിക്കാൻ വിലക്ക് ഏർപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദത്തിൽ മുൻ DGP ഡോക്ടർ TP സെൻകുമാർ നടത്തിയ പ്രതികരണങ്ങൾ കടുത്ത വർഗീയ വിമർശനങ്ങൾക്ക് വിധേയമാകുന്നു. വിവേചനം നേരിട്ട വിദ്യാർത്ഥിനിയുടെ മതപരമായ അവകാശങ്ങളെ പിന്തുണച്ച വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയെ മാത്രം ലക്ഷ്യമിട്ട് നടത്തിയ പ്രസ്താവനകളിൽ ഹിജാബ് നിഷേധിച്ച സ്കൂൾ മാനേജ്മെന്റിന്റെ നിലപാടിനെ കുറിച്ച് ഒരക്ഷരം പോലും അദ്ദേഹം ഉരിയാടിയില്ല. സെൻകുമാറിന്റെ ഈ ഏകപക്ഷീയമായ സമീപനം ഇരയുടെ നീതിയേക്കാൾ ഉപരി ഒരു പ്രത്യേക വർഗീയ അജണ്ടയെ പിന്തുണയ്ക്കുന്നതിന്റെ വ്യക്തമായ സൂചനയാണെന്ന ആരോപണം ശക്തമായിരിക്കുകയാണ്. വിവാദം ആരംഭിച്ചത് മതപരമായ വസ്ത്രധാരണ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട ഒരു വിദ്യാർത്ഥിനിയുടെ ദുരിതത്തിൽ നിന്നാണ്. ഹിജാബ് ധരിക്കാൻ അനുവദിക്കാത്തതിലൂടെ സ്കൂൾ മാനേജ്മെന്റ് ഭരണഘടനാപരമായ മതസ്വാതന്ത്ര്യം ലംഘിച്ചു എന്ന ഗുരുതരമായ ആരോപണം നിലനിൽക്കെ സെൻകുമാർ തന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ ഒരിക്കൽ പോലും മാനേജ്മെന്റിന്റെ നടപടിയെ വിമർശിക്കുകയോ ചോദ്യം ചെയ്യുകയോ ചെയ്യുന്നില്ല. പകരം ആ കുട്ടിയുടെ അവകാശങ്ങളെ പിന്തുണച്ച മന്ത്രി ശിവൻകുട്ടിയെയാണ് അദ്ദേഹം പ്രധാനമായും ആക്രമിക്കുന്നത്. വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയെ വിദ്യാഭ്യാസമില്ലാത്ത വിദ്യാഭ്യാസ മന്ത്രിയെന്നും മതപ്രീണനം നടത്തുന്നയാൾ എന്നും വിശേഷിപ്പിക്കുന്ന സെൻകുമാർ മതപരമായ വിവേചനം നേരിട്ട വിദ്യാർത്ഥിനിയെ കുറിച്ച് തികഞ്ഞ നിസ്സംഗത പാലിക്കുകയാണ്. ഒരു മുൻ പോലീസ് മേധാവി എന്ന നിലയിൽ നിയമലംഘനം നടത്തിയെടുത്ത് മൗനം പാലിക്കുകയും ഇരയ്ക്ക് വേണ്ടി സംസാരിച്ച ഭരണാധികാരിയെ വിമർശിക്കുകയും ചെയ്യുന്നത് സെൻകുമാറിന്റെ നിലപാടിന് പിന്നിലെ പക്ഷപാതിത്വം തുറന്നു കാട്ടുന്നു. V ശിവൻകുട്ടി ഹിജാബിന് അനുകൂലമായി സംസാരിച്ചത് പൗരന്മാരുടെ മതസ്വാതന്ത്ര്യം സംരക്ഷിക്കുക എന്ന ഭരണഘടനാപരമായ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിന്റെ ഭാഗമായാണ്. എന്നാൽ സെൻകുമാർ ഈ ഇടപെടലിനെ മതപ്രീണനം, ശരീഅത്ത് രാജ്യമാക്കാനുള്ള നീക്കം എന്നിങ്ങനെ തീവ്ര വർഗീയപരമായ പദങ്ങൾ ഉപയോഗിച്ച് അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നു. മതപരമായ അവകാശങ്ങൾക്കായുള്ള ഏതൊരു ആവശ്യവും ശരീഅത്ത് നിയമങ്ങളുമായി ബന്ധിപ്പിക്കുന്നത് ഒരു പ്രത്യേക മതവിഭാഗത്തെ സമൂഹത്തിൽ ഭീതിയുടെയും സംശയത്തിന്റെയും നിഴലിൽ നിർത്താനുള്ള ശ്രമമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. സെൻകുമാറിന്റെ കുറിപ്പിൽ ഉടനീളം ഇസ്ലാമിക ആചാരങ്ങളെയും ഗൾഫ് രാജ്യങ്ങളിലെ നിയമങ്ങളെയും താരതമ്യം ചെയ്തുകൊണ്ട് നടത്തുന്ന പരാമർശങ്ങൾ അദ്ദേഹത്തിന്റെ വിമർശനത്തിന് പിന്നിൽ ഇരയ്ക്ക് നീതി നേടിയെടുക്കുക എന്നതിലുപരി ഒരു പ്രത്യേക മതവിഭാഗത്തോടുള്ള വിദ്വേഷം പ്രചരിപ്പിക്കാനുള്ള ലക്ഷ്യമുണ്ടെന്ന് സ്ഥാപിക്കുന്നു. മന്ത്രിയുടെ നിലപാട് തെറ്റാണെന്ന് സ്ഥാപിക്കാൻ സെൻകുമാർ ഉപയോഗിച്ച ജൈൻ കുട്ടികളെ നഗ്നരായ സ്കൂളിൽ കയറ്റും എന്ന വാദം തികച്ചും യുക്തിരഹിതമാണ്. ജൈനമതത്തിലെ ദിഗംബര വിഭാഗം സന്യാസിമാരുടെ ആചാരപരമായ നഗ്നതയെ വസ്ത്രധാരണത്തിന്റെ ഭാഗമായ ഹിജാബുമായി താരതമ്യം ചെയ്യുന്നത് വിഷയത്തെ വഴിതിരിച്ചുവിടാനും ഹിജാബ് എന്ന വിഷയത്തെ ലൈംഗികപരമായ രീതിയിൽ പരിഹസിക്കാനും ലക്ഷ്യമിട്ടിട്ടുള്ളതാണ്. ഒരു നിയമജ്ഞനും മുൻ ഉന്നത ഉദ്യോഗസ്ഥനുമായ സെൻകുമാർ ഇത്തരമൊരു താരതമ്യം നടത്തുന്നത് വിഷയത്തിന്റെ ഗൗരവം കുറച്ചു കാണിക്കാനും ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ ആചാരങ്ങളെ പൊതുസമൂഹത്തിൽ അപഹാസ്യമാക്കാനും വേണ്ടിയാണ്. ഇരയായ വിദ്യാർത്ഥിനിയും അവളുടെ മതവിശ്വാസത്തെയും അനാവശ്യമായി വിവാദത്തിലേക്ക് വലിച്ചിഴക്കുന്ന സെൻകുമാറിന്റെ രീതി ഇരയുടെ പക്ഷത്തല്ല അദ്ദേഹം എന്നതിലേക്ക് വിരൽ ചൂണ്ടുന്നു. സെൻകുമാറിന്റെ കുറിപ്പിന്റെ വലിയൊരു ഭാഗം വിദ്യാഭ്യാസ മന്ത്രിയെ വിമർശിക്കുന്നതിനൊപ്പം കോൺഗ്രസ് MP ഹൈബി ഈഡനെതിരെയും SDPIക്കെതിരെയും തിരിയുന്നുണ്ട്. ഹിജാബ് വിഷയത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് SDPI ആണെന്നും അവരെ വിമർശിക്കാൻ ഹൈബി ഈഡന് ധൈര്യമില്ലെന്നും സെൻകുമാർ ആരോപിക്കുന്നു. വിദ്യാഭ്യാസ മന്ത്രിയെ വിമർശിക്കുന്ന ഒരു കുറിപ്പിൽ മറ്റൊരു പാർട്ടിയുടെ MPയെയും തീവ്ര രാഷ്ട്രീയ സംഘടനയും വർഗീയമായി ആക്രമിക്കുന്നത് സെൻകുമാറിന്റെ പ്രതികരണത്തിന് രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉണ്ടെന്ന് വ്യക്തമാക്കുന്നു. ഈ വിഷയത്തെ ഒരു വ്യക്തിപരമായ വിവേചനമായി കാണാതെ അതിനെ രാഷ്ട്രീയവും വർഗീയവുമായ ചേരിതിരിവിനുള്ള ഉപകരണമാക്കി മാറ്റുകയാണ് സെൻകുമാർ ചെയ്യുന്നത്. ഹിജാബ് നിഷേധിച്ച മാനേജ്മെന്റിനെ ന്യായീകരിക്കുകയും ഇരയ്ക്ക് വേണ്ടി സംസാരിച്ച മന്ത്രിയെ അധിക്ഷേപിക്കുകയും വിഷയത്തെ ശരീഅത്ത് നിയമങ്ങളുമായി ബന്ധിപ്പിക്കുകയും ചെയ്തതിലൂടെ ഡോക്ടർ TP സെൻകുമാർ താൻ ഒരു നിഷ്പക്ഷനായ പൊതുപ്രവർത്തകനല്ല, മറിച്ച് വർഗീയ ചിന്തകളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളാണെന്ന് സ്വയം സ്ഥാപിക്കുകയാണ്. മതപരമായ അവകാശങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നവരെല്ലാം ശരീഅത്ത് രാജ്യത്തിനായി ശ്രമിക്കുന്ന എന്ന അദ്ദേഹത്തിന്റെ ആരോപണം മതസ്വാതന്ത്ര്യം എന്ന ഭരണഘടനാപരമായ അവകാശത്തിന്മേലുള്ള കടന്നുകയറ്റമാണ്. ഇരയുടെ നീതിയെക്കുറിച്ച് സംസാരിക്കാതെ ഒരു പ്രത്യേക മതവിഭാഗത്തെ ലക്ഷ്യമിട്ട് സംസാരിക്കുന്ന സെൻകുമാറിന്റെ ഈ നിലപാട് അദ്ദേഹത്തിന്റെ മുൻകാല വർഗീയ പരാമർശങ്ങളുമായി ചേർത്ത് വായിക്കുമ്പോൾ ഇതൊരു യാദൃച്ഛികമായ പ്രതികരണമല്ല, മറിച്ച് ആസൂത്രിതമായ ഒരു വർഗീയ പ്രചാരണത്തിന്റെ ഭാഗമാണെന്ന് വ്യക്തമാകുന്നു. ഈ കുട്ടിയുടെ മാതാപിതാക്കളും സ്കൂൾ മാനേജ്മെന്റും തമ്മിൽ ഒരു ധാരണയായിട്ടുണ്ട്. ആ കുട്ടി സ്കൂൾ യൂണിഫോം ധരിക്കുമെന്നും നിയമങ്ങൾ പാലിക്കുമെന്നും സെൻകുമാർ പറയുന്നു. എന്നാൽ ഈ ധാരണയ്ക്ക് പിന്നിൽ വിവേചനം നേരിട്ട കുട്ടിയുടെ മൗനം എത്രത്തോളം ഉണ്ടായിരുന്നു എന്നതിനെ കുറിച്ച് സെൻകുമാർ ചിന്തിക്കുന്നില്ല. വിവേചനം നിയമപരമായി ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു സാഹചര്യത്തിൽ അതിനെതിരെ സംസാരിച്ച മന്ത്രിക്ക് അന്ത്യശാസനം നൽകാനുള്ള സെൻകുമാറിന്റെ ശ്രമം നീതിയും ഭരണഘടനയും അവഗണിക്കാനുള്ള ശ്രമമായിട്ടാണ് കാണേണ്ടത്. ഒരു മുൻ DGP ഇത്തരമൊരു നിലപാട് സ്വീകരിക്കുമ്പോൾ അത് സമൂഹത്തിന് തെറ്റായ സന്ദേശമാണ്
സന്ദേശമാണ് നൽകുന്നത്. മതപരമായ വിവേചനം നേരിടുന്നവർക്ക് വേണ്ടി സംസാരിക്കാൻ ഭരണകർത്താക്കൾക്ക് പോലും ധൈര്യമില്ലാത്ത ഒരു അവസ്ഥ സൃഷ്ടിക്കാൻ ഇത് കാരണമാകും. സെൻകുമാറിന്റെ ഈ വാക്കുകൾ വിവേചനത്തിന് ഇരയായ കുട്ടിയെ കൂടുതൽ ഒറ്റപ്പെടുത്താനും അവളുടെ അവകാശ പോരാട്ടത്തെ അട്ടിമറിക്കാനും മാത്രമേ ഉപകരിക്കുകയുള്ളൂ. സെൻകുമാറിന്റെ വിമർശനം വെറും ഒരു രാഷ്ട്രീയ പ്രസ്താവന എന്നതിലുപരി വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിക്കുന്ന ശക്തികളുടെ ശബ്ദമായി മാറുകയാണ്. ഈ വിഷയത്തിൽ മന്ത്രി ശിവൻകുട്ടിയെ മാത്രം വിമർശിക്കുകയും വിവേചനം കാണിച്ച മാനേജ്മെന്റിനെ മൗന അനുവാദം നൽകുകയും ചെയ്തതിലൂടെ സെൻകുമാർ താൻ വർഗീയ പക്ഷപാതിയാണെന്ന് സ്വയം സ്ഥാപിച്ചു കഴിഞ്ഞു.